പാലക്കാട് ചിറ്റൂരിൽ മൊബൈൽ ഉപയോഗിച്ച KSRTC ഡ്രൈവറുടെ സാഹസിക യാത്ര. കൊല്ലങ്കോട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോയ ബസ് കരിപ്പോടെത്തും വരെ ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചു. യാത്രക്കാർ പറഞ്ഞിട്ടും ഫോൺ ഉപയോഗിച്ചതാണ് പരാതി ഉയരുന്നത്. വിവരങ്ങളുമായി അജിത് ബാബു ഉണ്ട് പാലക്കാട് നിന്നും. അജിത്ത്, ഇക്കണ്ട മനുഷ്യരുടെ മുഴുവൻ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. അതും ആൾക്കാർ ഇക്കാര്യത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അദ്ദേഹം അത് തുടർന്നു എന്നുള്ളതും അതിനകത്ത് പ്രസക്തമാണ്. ഇതിലൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? എന്താണ് മറ്റു വിവരങ്ങളുള്ളത്? സംഗീത, ഇത് രണ്ടും കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ആ ബസ്സിൻ്റെ വേഗത, അത്യാവശ്യം നല്ല വേഗതയിലാണ് ആ ബസ് പോകുന്നത്. ഫോൺ വിളിച്ചുകൊണ്ട് വേഗതയിൽ ബസ് ഓടിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അപകടമുള്ള കാര്യമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റു വാഹനങ്ങളൊക്കെ റോഡിൽ കൂടി പോകുന്നുണ്ട്. ആളുകൾ ഇയാളോട് ഇത്തരത്തിൽ ഇത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് ശേഷവും ഫോൺ ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിലാണ് അത് വീഡിയോ പകർത്തി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പാലക്കാട് ചിറ്റൂർ ഡിപ്പോയിലെ ഡ്രൈവറാണ് ഇത്തരത്തിൽ സാഹസികമായ യാത്ര നടത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ വിമർശനമാണ് ഉയരുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ KSRTC ബസ് ഡ്രൈവർമാർക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള അപകടകരമായ സമീപനം കാണിക്കാൻ പാടില്ല. അത് മറ്റൊരു തരത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഏതാണെങ്കിലും അത്രയും ആളുകളുടെ ജീവൻ വെച്ചുകൊണ്ട് അപകടകരമായ രീതിയിൽ, സാഹസികമായ രീതിയിൽ ബസ് ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാണെങ്കിലും ഈ സംഗീത സൂചിപ്പിച്ച പോലെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടതുണ്ട്. ശരി, നോക്കാം അജിത്ത്. എന്താണെങ്കിലും ഇക്കാര്യത്തിൽ ഒരു ഡ്രൈവർമാർക്കും ഭൂഷണമായ കാര്യമല്ല ഈ നടക്കുന്നതെന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി